നമസ്കാരം. സർക്കാരും ഉദ്യോഗസ്ഥ വിഭാഗവും ചില മന്ദബുദ്ധിത്തരങ്ങൾ ചിലപ്പോൾ അവതരിപ്പിക്കും. അവസാനം അത് വലിയ അബദ്ധമായി എന്ന് മനസ്സിലാകുമ്പോൾ ഇരുചെവി അറിയാതെ അതങ്ങോട്ട് പൂട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭേദഗതികൾ വരുത്തും. അങ്ങനെ പലതും ചെയ്യും. അങ്ങനെ ഏറ്റവും വലിയ ദുരന്തമായ ഒരു സംഭവമാണ് ഇടതുപക്ഷ സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്ന മെഡിക്കൽ ബില്ല്, ആശുപത്രി സംരക്ഷണ ബില്ല്. ഇപ്പോ ആൾക്കാർ എങ്ങനെ കൊന്നു കഴിഞ്ഞാലും, ഏതൊക്കെ വിധത്തിൽ ആശുപത്രികൾ വേണ്ടതിനും കാണിച്ചു കഴിഞ്ഞാലും, എന്തൊക്കെ ചികിത്സാ പിഴവുകൾ സംഭവിച്ചു കഴിഞ്ഞാലും ഒന്നും ചെയ്യാനില്ല, ആർക്കൊന്നും പറയാനില്ല, പ്രതിഷേധിക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മിണ്ടാണെന്നുണ്ടെങ്കിൽ അവനെതിരെ ജാമ്യമില്ലാ വകുപ്പിൽ കേസിൽ അകത്താക്കുകയും ചെയ്യും. ഇതാണ് ആ ഒരു മന്ദബില്ല് കൊണ്ടുണ്ടായ ഒരു ഗുണമെന്ന് പറയുന്നത്. അതായത് ആർക്കൊക്കെയോ വേണ്ടി എന്തു പറയാ, എന്തിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന ഒരു ബില്ല്. വളരെ വ്യക്തമായി പറഞ്ഞാൽ മെഡിക്കൽ മാഫിയയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന ബില്ല്. അതവിടെ കിടക്കട്ടെ. ഇപ്പൊ ഇവിടെ എക്സൈസ് ഒരു പുതിയ ഒരു നീക്കം മലപ്പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് തുടക്കം കേരളത്തിലെമ്പാടും എക്സൈസിന് ഒരു പുതിയ നീക്കം. കേരളം എന്ന് പറയുന്ന അല്ലെങ്കിലും ഇന്ത്യയിലല്ലല്ലോ. ഒരു തരത്തിലും ഇവിടെയുള്ള ജനങ്ങളെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചുറച്ചതാണ്. വ്യവസായ മേഖല ഇല്ല. വ്യവസായ മേഖലയൊക്കെ ഇവിടുത്തെ ട്രേഡ് യൂണിയനും മറ്റുള്ളവരും CPM-ഉം എല്ലാവരും കൂടെ ചേർത്തിട്ട് പൂട്ടിച്ചു. ഇനി ചെറുകിട മേഖലയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നേരെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഓടിച്ചു. വൻകിടക്കാർ അതിന് മുമ്പേ പോയി. പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഇവിടെ വന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതിയ പ്രവാസികളെ തൂക്കിക്കൊന്നു. അങ്ങനെ പല പല സംഘങ്ങൾ. അങ്ങനെ ഇനി നിലവിൽ എന്തെങ്കിലും നടത്തിക്കൊണ്ടു പോകുന്നവരെ ട്രേഡ് യൂണിയൻകാരും ശരിയാക്കുന്നുണ്ട്. ഇനി ഇതിനിടയ്ക്ക് എന്തെങ്കിലും കച്ചവടം നടത്തി ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള വീടുകൾ വാടകയ്ക്ക് കൊടുക്കുകയോ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വീടിന്റെ തന്നെ ഒരു പോർഷൻ വാടകയ്ക്ക് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരെ കൂടി പൂട്ടാൻ വേണ്ടി, ആപ്പിലാക്കാൻ വേണ്ടിയാണ് ഒരു പരിഷ്കാരം കൊണ്ടുവന്നത്. എന്തിനാണ് ഇവിടെ എക്സൈസും എന്തിനാണ് ഇവിടെ പോലീസും എന്ന് ചിന്തിച്ചു പോകുകയാണ്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഈ ഒന്നിന്റെ ആവശ്യം വരുന്നില്ല. ഇവിടെ ലഹരി പിടിക്കുന്നുണ്ട്. വാർത്ത ഞാൻ വായിക്കാം, കാര്യം ഒന്ന് പറയട്ടെ. ഇവിടെ ലഹരി പിടിക്കുന്നുണ്ട്, മറ്റു പലതും പിടിക്കുന്നുണ്ട്. അതിന്റെ ഒന്നും സോഴ്സ് തേടി ഇവർ പോകുന്നില്ല. പോയി കഴിഞ്ഞാൽ അവരുടെ കൈ മറയ്ക്കും. മുട്ടുകാലി ചിലപ്പം നിന്ന് കണ്ട് മൂത്രം ഒഴിച്ചെന്ന് വരും. അതുകൊണ്ടാണ് അവർ അങ്ങോട്ട് പോകാത്തത്. പകരം ഇപ്പുറത്ത് നിൽക്കുന്നവരുടെ സാധാരണക്കാരന്റെ നെഞ്ചത്ത് കയറി നിരങ്ങാൻ വേണ്ടിയിട്ടുള്ള പണിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം. വാടക കെട്ടിടത്തിൽ നിന്ന് ലഹരി പിടികൂടിയാൽ ഇനി ഉടമകളും പ്രതി എക്സൈസ്. പ്രഥമ ദൃഷ്ടിയ കേട്ടാ തോന്നും ഇതൊരു വലിയ കാര്യമാണ്, ഒരു നല്ല കാര്യമാണ്. ഒരു വാടക കൊടുക്കുന്ന സമയത്ത് ആ വാടകക്കാരൻ ഇതൊക്കെ അറിയേണ്ടതാണ് എന്ന്. ഈ സർക്കാർ ജോലിക്കാരും പോലീസുകാരും എക്സൈസുകാരും ഒക്കെ ജോലിയിൽ കയറുമ്പോൾ ഒരു സത്യപ്രതിജ്ഞ ചെല്ലുന്നുണ്ട്, ഒരു സത്യവാങ്മൂലത്തിൽ ഒപ്പുവെക്കുന്നുണ്ട്. എങ്ങനെയാണ് അവർ സർവീസ് ചെയ്യുന്നത് എന്ന്, അവരുടെ റിട്ടയർഡിന്റെ കാലഘട്ടം വരെ എങ്ങനെയായിരിക്കും അവർ പൊതുജനങ്ങളെ സേവിക്കുന്നത് എന്ന്. ഇത് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഇവിടുത്തെ ഏതെങ്കിലും ജനപ്രതിനിധിക്കോ ആർക്കെങ്കിലും വല്ല ഓർമ്മയുണ്ടോ? ഉണ്ടോ? ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു ഉത്തരവ് വരില്ല. ഇത് വീണ്ടും ജീവിക്കാൻ വിടാത്ത ഒരവസ്ഥയിലേക്ക് ജനങ്ങളെ കൊണ്ടെത്തിക്കുകയാണ്. വാർത്ത ഒന്ന് വായിക്കാം. മലപ്പുറം സംസ്ഥാനത്ത് നിന്നും ലഹരി ഉപയോഗം ഒഴിവാക്കാൻ പുതിയ നീക്കവുമായി എക്സൈസ്. വാടക കെട്ടിടത്തിൽ നിന്ന് ലഹരി പിടികൂടിയാൽ ഇനി മുതൽ ഉടമകളും പ്രതികളാകുമെന്ന് എക്സൈസ് അറിയിച്ചു. വാടക കെട്ടിടങ്ങളിലെ ലഹരി വ്യാപാരവും ഉപയോഗവും നടക്കുന്നത് ഉടമകൾ അറിയേണ്ടതാണെന്ന് മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ R മനോജ് വ്യക്തമാക്കി. വാടക നൽകുന്ന വ്യക്തികളുടെയും ഇടപാടുകളുടെയും അടിസ്ഥാനത്തിൽ ഉടമകൾക്ക് ബാധ്യതകൾ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. വാടക കെട്ടിടത്തിൽ താമസിക്കുന്നവർ പ്രതികളാകുന്ന ലഹരി കേസുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് ശക്തമായൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. കെട്ടിടത്തിന്റെ ഉടമകൾക്ക് ലഹരിക്കെതിരായ നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളും സംബന്ധിച്ച് ബോധവൽക്കരണം നൽകുന്നതിന് പ്രത്യേക നടപടികളും ആരംഭിക്കുമെന്ന് കമ്മീഷണർ R മനോജ് അറിയിച്ചു. കൂടാതെ ലഹരി ഉപയോഗിക്കുന്നവരുടെ വിവരങ്ങൾ കൈമാറി സാമ്പത്തിക ലാഭം കണ്ടെത്തുന്നവരും നിരീക്ഷണത്തിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രഥമ ദൃഷ്ടിയാ തോന്നും ഇതൊരു നല്ല കാര്യമാണെന്ന്. ഇതൊരു ശുദ്ധ മണ്ടത്തരമാണ്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ പെരുങ്കൊല്ലപ്പണി, ആലപ്പണി, കൊല്ലപ്പണി എന്നൊക്കെ പറയുന്ന ഒരു പരിപാടിയുണ്ട്. ആ ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തി ഉണ്ടാക്കുക, കോടാലി ഉണ്ടാക്കുക, അരിവാൾ ഉണ്ടാക്കുക, മൺവെട്ടി ഉണ്ടാക്കുക, അതുപോലെ മറ്റു പല ആയുധങ്ങളും ഉണ്ടാക്കുക. ആ ആയുധങ്ങൾക്ക് വളരെ വലിയ മൂർച്ച ഉണ്ടാവും. അത്രയ്ക്ക് മാരകമായിട്ടുള്ള ആയുധങ്ങളാണ്. ഇനി അത്തരത്തിലുള്ള ഏതെങ്കിലും കത്തിയോ അല്ലെങ്കിൽ വാക്കത്തിയോ അരിവാക്കത്തിയോ കൊണ്ട് ആരെങ്കിലും അപായപ്പെടുത്തിയാൽ ആ പെരുങ്കൊല്ലനും ആ കേസിൽ പ്രതിയായിരിക്കും എന്ന് പറയുന്നത് പോലെയാണത്. എന്തൊരു മണ്ടത്തരമാണ് ഇല്ലേ? ഇവിടെ വാഹനാപകടങ്ങൾ നടക്കുന്നുണ്ട്. പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. ആ വാഹനാപകടങ്ങൾ വാഹനം ഉണ്ടാക്കിയ ഏതെങ്കിലും കമ്പനി പ്രതിയാകുന്നുണ്ടോ? ഇനി ആ റോഡുണ്ടായിട്ടാണല്ലോ വാഹനം ഓടിച്ചത്. ആ റോഡുണ്ടാക്കിയ പൊതുമരാമത്തോ അല്ലെങ്കിൽ
മുഖ്യമന്ത്രിയോ മറ്റാരെങ്കിലും പ്രതികളാകുന്നുണ്ടോ? ഇല്ലല്ലോ. റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ടാണല്ലോ അപകടം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ റോഡേ വേണ്ട. മനസ്സിലായില്ലേ? ഇവിടെ വാടക കൊടുക്കുന്ന ഒരാൾ, ആ വാടകക്കാരൻ ആ വാടകയ്ക്ക് കൊടുക്കുന്നത് അയാൾക്ക് മര്യാദയ്ക്ക് താമസിക്കാനോ കച്ചവടത്തിനോ ആണ്. അതിനകത്ത് അയാൾ എന്ത് ചെയ്യുന്നു എന്ന് ദിവസം പോയി കുത്തിയിരുന്ന് നോക്കാൻ പറ്റുമോ? പറ്റില്ല. ഒരാൾ വീട് വാടകയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കുട്ടികളുണ്ടാവും, കുടുംബം ഉണ്ടാവും, മറ്റു പലരും ഉണ്ടാവും. എല്ലാ ദിവസവും ആ വീട്ടിൽ കയറി അല്ലെങ്കിൽ ആ സ്ഥലത്ത് കയറി അരിച്ചു പറയും പരിശോധിക്കാൻ വേണ്ടി ആ ഉടമസ്ഥന് പറ്റുമോ? അതായത് ഒരാൾ ഒരു വാടകയ്ക്ക് വീടോ കടയോ എന്തെടുക്കുന്നതും ആ വാടക കൊടുക്കുന്നതോടുകൂടി അയാളുടെ പ്രോപ്പർട്ടിയാണ്, അത് വാടകക്കാരൻ്റെ അല്ല. വാടകക്കാരനും അയാളും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. അതായത് ആ കടയിലും അല്ലെങ്കിൽ അതുപോലെ മറ്റ് സ്ഥലത്തും വെച്ച് എന്തെങ്കിലും തോന്നിയാസങ്ങൾ, നിയമവിരുദ്ധമായ പ്രവൃത്തികൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആ വാടകക്കാരനാണ് എന്നാണ് എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നത്. അല്ലാതെ ആ ബിൽഡിംഗ് ഉണ്ടാക്കിയ ആൾക്ക് പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ആ ബിൽഡിംഗ് ഉണ്ടാക്കിയ ആശാരിക്കും മൂശാരിക്കും ആ പടവുകാരനും ഒക്കെ കേസ് വരുമല്ലോ. എന്ത് മന്ദബുദ്ധിത്തരമാണ് ഈ പറയുന്നത്? വലിയൊരു വിഭാഗം വാടക കൊടുത്തിട്ട് ആ വാടക കൊണ്ടാണ് ജീവിച്ചു പോകുന്നത്. പോലീസിനും എക്സൈസിനും അവർക്ക് പണിയുണ്ട്. ആ പണി ചെയ്യാതെ ഇത്തരത്തിൽ വേലകൾ ഇറക്കുന്നത് അവരുടെ കഴിവുകേടായിട്ടേ എനിക്ക് തോന്നുള്ളൂ. ഇത്തരത്തിലുള്ള അറിയിപ്പുകളും കാര്യങ്ങളും നടപടികളും ഒക്കെ നടത്തുന്നത് ഇത് നടപ്പിലാക്കാൻ കഴിയുന്ന നടപടിയല്ല. വെറുതെ പ്രഹസനമായി ഇത് മാറാനേ പറ്റുള്ളൂ. വീട് വാടകയ്ക്ക് കൊടുക്കുന്ന ആൾ കുറ്റക്കാരനാകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് കേട്ടോ. മയക്കുമരുന്ന് കച്ചവടം മാത്രമല്ല, വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ കൊലപാതകം നടക്കുന്നുണ്ട്, അവിടെ പീഡനങ്ങൾ നടക്കുന്നുണ്ട്, മറ്റു പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു പോക്സോ കേസ് അവിടെ ഉണ്ടായി കഴിഞ്ഞാൽ ആ പോക്സോ കേസിൽ ആ വീട്ടുകാരൻ പ്രതിയാവും. അതുപോലെ മറ്റേതെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇയാൾ പ്രതിയാവും. എന്ത് മണ്ടത്തരമാണ് നിങ്ങൾ പറയുന്നത്? ഇത് നടക്കുന്ന കാര്യമല്ല, നടത്താനും പറ്റില്ല, ഇത് അനുവദിക്കാനും പറ്റില്ല. അപ്പൊ വെറുതെ മനുഷ്യ മനസ്സിൽ ഭീതി ഉണ്ടാക്കി വാടകക്കാരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഇത് ഉപകരിക്കുള്ളൂ. കാരണം മര്യാദയ്ക്ക് ആർക്കെങ്കിലും ഒരു കുറഞ്ഞ വാടകയ്ക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് ചെന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ അവന്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും മുഴുവൻ തെരഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കും. വാടകയ്ക്ക് കിട്ടില്ല, ആരും വാടകയ്ക്ക് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. അത്യാവശ്യം കാശും കാര്യങ്ങളും ഉള്ള ഒരാളാണെങ്കിൽ വീട് അവിടെ കിടന്ന് നശിച്ചു പോട്ടെങ്കിലും വേണ്ടാത്ത വയ്യാവലി എടുത്തു വെക്കാൻ വയ്യ എന്ന് കരുതും. വാടക വീട് എന്ന് പറഞ്ഞാൽ ഇന്ന് സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് ഈ പിണറായി ഭരിക്കുന്ന ഈ നാട്ടിൽ ധാരാളം വാടക വീടുകളുണ്ട്. ഉള്ള വീടുകൾ ലോണിലും മറ്റു കാര്യങ്ങളും വിറ്റിട്ടും അല്ലാതെ ജപ്തി ചെയ്ത് പോയിട്ടുമൊക്കെ വാടക വീട്ടിലാണ് ആൾക്കാർ താമസിക്കുന്നത്. അങ്ങനെ വാടക വീട്ടിൽ താമസിക്കുമ്പോൾ അത് അവരുടെ സ്വന്തം വീട് പോലെയാണ് അവർ കരുതുന്നത്. ആ സ്വന്തം വീട്ടിലേക്ക് അവരുടെ കുട്ടികളും മക്കളും ഒക്കെ താമസിക്കുന്ന, അവരുടെ സ്വകാര്യത തളം കെട്ടി നിൽക്കുന്ന അതിന്റെ ഉള്ളിലേക്ക് ആ വീട്ടുടമസ്ഥനെ കയറി ഡെയിലി പരിശോധിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമല്ലാതെ എന്താണ്? അത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാൻ വേണ്ടി മാത്രം കുറെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഇവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിലേറെ മണ്ടന്മാരാണ് അവരെ നിയമിച്ചത് എന്നേ പറയാനുള്ളൂ. Different angles. Don't forget to subscribe and support this channel.